ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഇതെല്ലാ വർഷവും ജൂൺ 5 നമ്മൾ ആചരിക്കും. ബാക്കി 364 ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോകുന്നു. ഈ പച്ചപ്പും വൃത്തിയുള്ള തോടുകളും കുളങ്ങളും നല്ല വെള്ളവും എല്ലാം വരും തലമുറയ്ക്കും വേണ്ടേ? പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളോട് എന്താണ് ചെയ്യുന്നത്? പണ്ട് കുളിക്കാനും കുടിക്കാനും ഉപയോഗിച്ചിരുന്ന തോടുകളാണ് ഇതൊക്കെ. ഇപ്പോൾ തൊടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതെല്ലാം ഗ്രാമങ്ങളിലാണെന്നുള്ളതും കൂടിയാണ് അതിശയിപ്പിക്കുന്ന കാര്യം. വാഹനങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് മാലിന്യങ്ങൾ തോട്ടിലേക്കും റോഡുകളിലേക്കും തള്ളുന്നവർ ഓർക്കുക, നിങ്ങൾ നശിപ്പിക്കുന്നത് പ്രകൃതിയെ മാത്രമല്ല, വരും തലമുറയുടെ, നമ്മുടെ കുഞ്ഞു മക്കളുടെ അവകാശങ്ങൾ കൂടിയാണ്. വൃത്തിയുള്ള വെള്ളവും ശുദ്ധമായ വായുവും ശ്വസിക്കാനുള്ള അവകാശങ്ങൾ, അതാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നവർ ഒരു കാര്യം മറക്കാതിരിക്കുക, ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതൊരു പക്ഷേ ഗവൺമെൻറ് കണ്ടെത്തുവോ പെനാൽറ്റി ഇടുവോ അതായിരിക്കില്ല. ആ പിഴ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയ പിഴയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന മാലിന്യങ്ങളെല്ലാം നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാരും അമ്മമാരും തോടുകളിൽ നിന്ന് വാരിയിട്ടതാണ്. ഓർക്കുക, നമ്മൾ വലിച്ചെറിയുന്ന ഓരോ മദ്യക്കുപ്പിയും ഡയപ്പറുകളും മറ്റ് അവശിഷ്ടങ്ങളും നമ്മുടെ ചേച്ചിമാരും അമ്മമാരും തന്നെയാണ് വാരി കരക്കിടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നുമില്ല, അത് ഈ വെള്ളത്തിലേക്ക് തന്നെ ഒഴുകി ഇറങ്ങുകയാണ്. പ്രകൃതി നമ്മൾക്ക് നൽകുന്ന ശുദ്ധമായ വെള്ളവും വായുമാണ്. അതില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. തോടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ തള്ളുന്നത് നമുക്ക് ഒഴിവാക്കാം. അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ മൂല്യങ്ങളും നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കാം.